എന്തു പറ്റി രാഘവ? എന്തെങ്കിലും പ്രശ്നം? അല്ല, ഇനി നമ്മള് എത്ര കാലം ഇങ്ങനെ അതോർക്കുമ്പോ. ഓ, നീ അടുത്ത മാസം മകളുടെ അടുത്തേക്ക് പോവാണല്ലോ അല്ലേ? എടാ, ഈ ലണ്ടനൊന്നും അത്ര ദൂരെയൊന്നും അല്ല. കയ്യിൽ ഫോണല്ലേ ഉള്ളത്. നമുക്ക് എപ്പോ വേണേലും വിളിക്കുകയും കാണുകയൊക്കെ ചെയ്യാലോ. പോരാത്തതിന് നീ 1 മാസത്തേക്കല്ലേ പോകുന്നേ, അത് കഴിഞ്ഞും കാണാലോ. അതല്ല, ഈ അസുഖം. നിനക്കെന്താ അസുഖം? എനിക്കല്ല, നിനക്ക് തൊണ്ടയ്ക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അതെ, അതിനെന്താ? തുടക്കത്തിലെ അറിഞ്ഞതുകൊണ്ട് അടുത്ത ആഴ്ച റേഡിയേഷൻ തുടങ്ങാൻ പോവാ. ഈ തൊണ്ടയ്ക്ക് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ ഇച്ചിരി പ്രശ്നമല്ലേ? ഞാൻ പോയി വരുമ്പോഴേക്ക് ഞാൻ ക്യാൻസർ വന്ന് മരിച്ചു പോവും എന്നോർത്താണോ നിന്റെ വിഷമം? അയ്യോ, അതല്ല, ഈ ക്യാൻസർ എന്നൊക്കെ പറയുമ്പോ എന്റെ രാഘവ, എല്ലാ അസുഖവും പോലെ ഒരസുഖം. കൃത്യസമയത്ത് കൃത്യമായ ചികിത്സ തേടിയാൽ ഭേദമാവുന്ന ഒരസുഖം, അത്രേ ഉള്ളൂ. എനിക്ക് ക്യാൻസർ വന്നതോർത്ത് നീ വിഷമിക്കണ്ട. നീ സന്തോഷത്തോടെ ലണ്ടനിലൊക്കെ പോയിട്ട് വാ. നിന്റെ മകളുടെ അടുത്ത് എന്റെ അന്വേഷണവും പറഞ്ഞേക്ക്. നമ്മെ ആശ്വസിപ്പിക്കാൻ എന്നോണം വരുന്ന ഉറ്റ ചങ്ങാതിമാരും ബന്ധുക്കളും ചിലപ്പോ നമ്മുടെ ശത്രുക്കളായി മാറിയേക്കാം. ആത്മവിശ്വാസം കൊടുത്ത് രോഗിയെ സമാധാനിപ്പിക്കുന്നതിന് പകരം ഇതുപോലുള്ള വികാരപ്രകടനം കൊണ്ട് തളർത്തരുത്. വിജയൻ പറഞ്ഞതുപോലെ കൃത്യസമയത്തെ ചികിത്സ കൊണ്ട് പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണ് ക്യാൻസർ. അനാവശ്യ ഭയം ആ രോഗമുക്തിയെ വൈകിപ്പിച്ചേക്കാം.